Hi learners, welcome to I Plus Training Solutions. കേട്ടിട്ട് കാറ്റഗറി 2 സോഷ്യൽ സയൻസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഭവിഷ്യ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടിട്ട് കാറ്റഗറി 2ന്റെ സോഷ്യൽ സയൻസിലെ എക്കണോമിക്സ് സെക്ഷനിൽ നിന്നുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്, ദാറ്റ് ഈസ് ബാങ്ക്സ്. ബാങ്കുകളെ കുറിച്ചിട്ട് ഇപ്പൊ റീസെന്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ഫെബ്രുവരി 2026 കഴിഞ്ഞിട്ടുണ്ടായിരുന്ന കേഡറ്റ് എക്സാമിനേഷനിലും രണ്ട് കേഡറ്റിലും, അതായത് കേഡറ്റ് 2നും 3നും ഈ ഒരു ബാങ്ക് സെക്ഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്, സ്കിപ്പ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് തുടങ്ങാം. വൺസ് അഗെയിൻ വെൽക്കംസ് ടു I Plus Training Solutions. ആദ്യം തന്നെ ഇന്ത്യയിലെ ബാങ്കിങ്ങിന്റെ എവല്യൂഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തുടങ്ങാം. മോഡേൺ ബാങ്കിങ് ഇൻ ഇന്ത്യ ഹാസ് ഇവോൾവ്ഡ് ത്രൂ 3 ഡിസ്റ്റിങ്ക്റ്റ് ഫേസസ്. 3 ഫേസസ് ആയിട്ടാണ് ഇന്ത്യയിൽ ബാങ്കിങ് ആരംഭിച്ചിട്ടുള്ളത്. അതായത് ഇന്ന് കാണുന്ന രീതിയിലുള്ള മോഡേൺ ബാങ്കിങ് സിസ്റ്റം ഇവോൾവ് ചെയ്തിട്ടുള്ളത് 3 ലെവലുകൾ കഴിഞ്ഞാണ്. ഓക്കെ, അതായത് ഒന്നാമത്തെ ഒരു ഫേസ് എന്ന് പറയുന്നത് പ്രീ ഇൻഡിപെൻഡൻസ് ഫേസ് ആണ്. ദാറ്റ് ഈസ് 1770 മുതൽ 1947 വരെയുള്ള കാലഘട്ടം. അതാണ് പ്രീ ഇൻഡിപെൻഡൻസ് ഫേസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുന്നേ ഉള്ള കാലഘട്ടം. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ആയിട്ട് അറിയപ്പെടുന്നത് കേട്ടോ. ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ 1770 ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ദെൻ 3 പ്രസിഡൻസി ബാങ്കുകൾ, ബംഗാൾ, അതുപോലെ ബോംബെ, മദ്രാസ്. പ്രസിഡൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയാലോ? പ്രവിശ്യകൾ. ബ്രിട്ടീഷുകാർ ഇന്ത്യനെ ഭരണ സൗകര്യത്തിന് വേണ്ടിയിട്ട് പ്രവിശ്യകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 പ്രവിശ്യകളായിരുന്നു ബംഗാൾ പ്രസിഡൻസി, ബോംബെ പ്രസിഡൻസി, മദ്രാസ് പ്രസിഡൻസി എന്നിങ്ങനെ. അപ്പൊ ഈ പ്രസിഡൻസികൾക്കൊക്കെ ഓരോ ബാങ്കുകൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് 3 പ്രസിഡൻസി ബാങ്ക്സ് എന്ന് പറയുന്നത്. were established and merged into 1921 the Imperial Bank of India. ഓക്കെ, അപ്പൊ ഇന്ത്യയിലെ ഫസ്റ്റ് ബാങ്ക് ഏതാണെന്ന് പറഞ്ഞത് നമ്മൾ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ്. 1770 എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളത്. ഓക്കെ, ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് ലഭിക്കുന്നതിന് മുന്നേ തന്നെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ബാങ്ക് ആണ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. ദെൻ നമുക്ക് 3 പ്രസിഡൻസി ബാങ്കുകൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബംഗാളിലും ബോംബെയിലും മദ്രാസിലും. ഇത് 3 എണ്ണം കൂടി മെർജ് ചെയ്തിട്ടാണ് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന പേരിൽ 1921 ഒരു ബാങ്ക് വരുന്നത്. ഓക്കെ, ദെൻ ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് ലഭിച്ചതിന് ശേഷമാണ് ബാങ്കുകളെ നാഷണലൈസ് ചെയ്യുന്നത്, അതായത് ദേശസാൽക്കരിക്കുന്നത്. ഓക്കെ, 1949 RBI നാഷണലൈസ് ചെയ്യുന്നത്. RBI ബാങ്ക് നാഷണലൈസ് ചെയ്യുന്നത് എന്താണ്? 1949 അടിവരിട്ട് പഠിച്ചോളൂ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇയർ ആണ് കേട്ടോ. RBI ബാങ്ക് നാഷണലൈസ് ചെയ്തിട്ടുള്ളത് എന്നാണ് എന്നുള്ളത് പല എക്സാംസിനും ചോദിച്ചു വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. RBIയുടെ കാര്യങ്ങൾ, RBI എന്ന് എസ്റ്റാബ്ലിഷ് ആയി എന്നുള്ളതൊക്കെ നമ്മൾ വഴി പഠിക്കും. ഇപ്പൊ ഈ ഒരു പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. RBI നാഷണലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത് 1949 ദെൻ 1955 നമ്മൾ നേരത്തെ പറഞ്ഞ ഇമ്പീരിയൽ ബാങ്ക് ഉണ്ടല്ലോ, അതായത് ബംഗാൾ, ബോംബെ, മദ്രാസ് എന്നീ പ്രവിശ്യകളിലെ ബാങ്കുകളെ മെർജ് ചെയ്തിട്ട് ഒരു ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ, അത് 1955 നാഷണലൈസ് ചെയ്തപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതായത് SBI ആയിട്ട് മാറി. ഓക്കെ, SBI എന്നിങ്ങനെ പേര് മാറ്റിയിട്ടുണ്ട്. ദെൻ 1969 മറ്റ് 14 ബാങ്കുകൾ, പ്രൈവറ്റ് ബാങ്കുകൾ നാഷണലൈസ് ചെയ്തിട്ടുണ്ട്. ദെൻ ഈ നാഷണലൈസേഷൻ 2 ഫേസസ് ആയിട്ടാണ് നടന്നിട്ടുള്ളത് കേട്ടോ. അതായത് ആദ്യം നടന്നിട്ടുണ്ടായിരുന്നത് 1969 ദെൻ 1980 രണ്ടാമത്തെ നാഷണലൈസേഷൻ ഫേസ് 1980 ഈ ബൾക്കായിട്ട് ഈ ബാങ്കുകൾ തന്നെ നാഷണലൈസ് ചെയ്യുന്നതിന് മുന്നേ, അതായത് 1969 14 ബാങ്കുകൾ ഇന്ത്യയിൽ നാഷണലൈസ് ചെയ്യുന്നത് ആദ്യമായിട്ട്, ഒരുമിച്ച് നാഷണലൈസ് ചെയ്യുന്നത്. എന്നാൽ അതിനു മുന്നേ 1955 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നാഷണലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ദെൻ 1980 ഫേസ് ആയിട്ട് വരുന്നത്. അതിൽ 6 ബാങ്കുകളും കൂടി നാഷണലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റത്തിന്റെ 3rd ഫേസ് എന്ന് പറയുന്നത് ലിബറലൈസേഷൻ ഫേസ് ആണ്. അതായത് ലിബറലൈസേഷൻ ഫേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 1991 ഒരു എക്കണോമിക് പോളിസി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അല്ലെ. 1991 NEP
ന്യൂ എക്കണോമിക് പോളിസി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അല്ലെ. ഓക്കെ, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു? ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ലേ? അതിലെ ആ ഒരു ലിബറലൈസേഷൻ ഫേസ് ആണ് നമ്മൾ ഈ പറയുന്ന തേർഡ് ഫേസ് ഓഫ് ബാങ്കിങ് എവല്യൂഷൻ എന്ന് പറയുന്നത്. ഫോളോയിങ് ദ നരസിംഹ കമ്മിറ്റി റിപ്പോർട്ട്, private and foreign banks were allowed to enter, leading to modern digital banking. അതായത് നരസിംഹ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അതിനെ ഫോളോ ചെയ്തിട്ടാണ് ഫോറിൻ ബാങ്ക്സിന് എൻ്റർ ചെയ്യാനും ലീഡ് ചെയ്യാനും, അതായത് മോഡേൺ ഡിജിറ്റൽ ബാങ്കിങ്ങിലേക്ക് എൻ്റർ ചെയ്യാനും ലീഡ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു നരസിംഹ കമ്മിറ്റി റിപ്പോർട്ട്. ഏത് റിപ്പോർട്ടാണ്? നരസിംഹ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. സ്ട്രക്ചർ ഓഫ് ബാങ്കിങ് സിസ്റ്റം. ഇന്ത്യയിലെ ബാങ്കിങ് സിസ്റ്റത്തിന്റെ സ്ട്രക്ചർ നമുക്കൊന്ന് നോക്കാം. ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റത്തിനെ ബ്രോഡ്ലി ഡിവൈഡഡ് ഇൻടു 2 എന്നാണ് പറയുന്നത്. രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഷെഡ്യൂൾഡ് ബാങ്ക് ആൻഡ് നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്. ഓക്കെ, ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബാങ്ക്സ് ഇൻക്ലൂഡ് ഇൻ ദ സെക്കൻഡ് ഷെഡ്യൂൾ ഓഫ് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 1934 രണ്ടാം ഷെഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ബാങ്കുകളെയാണ് ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു എലിജിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? മസ്റ്റ് ഹാവ് എ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആൻഡ് റിസർവ്സ് ഓഫ് അറ്റ്ലീസ്റ്റ് 5 lakhs. ഓക്കെ, ദെൻ നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്താണ്? ഈ ഒരു ലിസ്റ്റിൽ ഇൻക്ലൂഡ് ആവാത്തതിനെയാണ് നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്ന് പറയുന്നത്. ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ടില് സെക്കൻഡ് ഷെഡ്യൂളിൽ മെൻഷൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ബാങ്ക്സ് ആണ് ഷെഡ്യൂൾഡ് ബാങ്ക്സ്. അതിനെന്തായിരിക്കണം? ഒരു 5 lakhs എങ്കിലും മിനിമം ക്യാപിറ്റൽ പെയ്ഡപ്പിനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി നോൺ ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1934 ഈ ഒരു പെർട്ടിക്കുലർ RBI ആക്ടില് സെക്കൻഡ് ഷെഡ്യൂളിൽ ഇൻക്ലൂഡ് ആവാത്ത ബാങ്കുകൾ. ഓക്കെ, ദേ ഡു നോട്ട് മീറ്റ് ഓൾ ദ ക്രൈറ്റീരിയ റിക്വയർഡ് ടു ബി ഇൻ ദ സെക്കൻഡ് ഷെഡ്യൂൾ. അതായത് സെക്കൻഡ് ഷെഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ള ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യാത്ത ബാങ്കുകളെയാണ് ഈ നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്നുള്ള കാറ്റഗറിയിൽ പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതിൽ വരുന്ന ബാങ്കുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാട്ടോ. ഷെഡ്യൂൾഡ് ബാങ്ക്സ്. ഷെഡ്യൂൾഡ് ബാങ്ക്സിനെ അഗെയിൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കൊമേഴ്ഷ്യൽ ബാങ്ക്സും അതുപോലെ കോപ്പറേറ്റീവ് ബാങ്ക്സും. ഓക്കെ, ഏതൊക്കെയാണ്? ഷെഡ്യൂൾഡ് ബാങ്ക്സിനെ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്നും കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വാണിജ്യ ബാങ്കുകളാണ് അല്ലെ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ദീസ് ആർ പ്രോഫിറ്റ് സീക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, പ്രോഫിറ്റ് സീക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ലാഭത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. They accept deposits from the public and lend them to business or individuals. Okay, അതായത് ഈ ബാങ്കുകളുടെ കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണ്? അവര് ഡെപ്പോസിറ്റുകൾ ആക്സെപ്റ്റ് ചെയ്യും. അതായത് പബ്ലിക്കിൽ നിന്ന് ഡെപ്പോസിറ്റുകൾ പണം നിക്ഷേപമായിട്ട് ഡെപ്പോസിറ്റ് ആയിട്ട് അവർ ആക്സെപ്റ്റ് ചെയ്യും. എന്നിട്ട് അത് മാത്രമല്ല, നിക്ഷേപണം സ്വീകരിക്കുക മാത്രമല്ല ലോണുകൾ പ്രൊവൈഡ് ചെയ്യും. ബിസിനസ്സുകാർക്കോ അല്ലെങ്കിൽ ബിസിനസ്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിന് വേണ്ടിയിട്ടോ ഒക്കെ നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അങ്ങനെ എന്തെങ്കിലും അസറ്റിന്റെ മേലില് ലോണ്, ഇപ്പൊ ഗോൾഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്രോപ്പർട്ടി ആയിക്കോട്ടെ, അങ്ങനെ പല അതിന്റെ ബേസിൽ ഇങ്ങനെ ലോണുകൾ ഇൻഡിവിജ്വൽസിനും അതുപോലെ ബിസിനസ്സിനും വേണ്ടിയിട്ട് അവരിങ്ങനെ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതിൽ ഇൻക്ലൂഡഡ് ആവുന്ന ബാങ്കുകൾ ഏതൊക്കെയാണ്? പബ്ലിക് സെക്ടർ ബാങ്ക്സ് ആണ്. പബ്ലിക് സെക്ടർ ബാങ്ക്സ് എന്ന് പറയുമ്പോൾ SBI, പഞ്ചാബ് നാഷണൽ ബാങ്ക് അങ്ങനെയുള്ള പബ്ലിക് സെക്ടർ ബാങ്കുകളും ഇൻക്ലൂഡഡ് ആണ്. ദെൻ ഓൾസോ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ആർ ഇൻക്ലൂഡഡ്. ദാറ്റ് ഈസ് HDFC, ICICI അങ്ങനത്തെ പ്രൈവറ്റ് സെക്ടറിൽ വരുന്ന ബാങ്കുകൾ ഉണ്ടല്ലോ, അതും ഈ കൊമേഴ്ഷ്യൽ ബാങ്ക്സിൽ ഇൻക്ലൂഡഡ് ആണ്. ദെൻ ഓഫ് കോഴ്സ് ഫോറിൻ ബാങ്ക്സ്, അതായത് HSBC, സിറ്റി ബാങ്ക് അതും ഇൻക്ലൂഡഡ് ആണ്. ദെൻ RRBസും ഓൾസോ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അപ്പൊ കൊമേഴ്ഷ്യൽ ബാങ്ക്സിനെ കുറിച്ചിട്ട് ഒന്നുകൂടി പറയാം. ലാഭം ഉണ്ടാക്കുക, പ്രോഫിറ്റ് സീക്കിംഗ് എന്ന ലക്ഷ്യത്തോടെ പൊതുജനങ്ങളിൽ നിന്ന് ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുകയും അതുപോലെ അവർക്ക് ലോണുകൾ അനുവദിക്കുകയും അതായത് വായ്പകൾ അനുവദിക്കുകയും അല്ലെങ്കിൽ വായ്പകൾ നൽകുകയും ചെയ്യുന്ന ബാങ്കിങ് സെക്ഷൻസ് ആണ് ഈ ബാങ്കിങ് സെക്ടറുകളാണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യയിലെ ബാങ്കിങ് സിസ്റ്റത്തിന്റെ ബാക്ക് ബോൺ എന്നറിയപ്പെടുന്നത് തന്നെ ഈ കൊമേഴ്ഷ്യൽ ബാങ്കുകളാണ് കേട്ടോ.
ഓക്കെ, അപ്പൊ അതായത് ഒരുവിധം എല്ലാ ഫങ്ഷൻസും തന്നെ നിറവേറ്റുന്നത് ഈ കൊമേഴ്ഷ്യൽ ബാങ്ക് ആണ്. സാധാരണക്കാരന് ആക്സസിബിൾ ആയിട്ടുള്ള എളുപ്പം ആക്സസിബിൾ ആയിട്ടുള്ള ബാങ്ക് കൂടിയാണ് ഈ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ കൊമേഴ്ഷ്യൽ ബാങ്ക്സിൽ വരുന്ന സെക്ഷൻസ് എന്ന് പറയുന്നത് പബ്ലിക് സെക്ടർ ബാങ്ക്സ്, പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ്, ഫോറിൻ ബാങ്കുകൾ, അതൊക്കെയാണ്. പബ്ലിക് സെക്ടർ ബാങ്ക്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? സർക്കാർ 50% ഓഹരികള്, അതായത് ഷെയറുകൾ കൈവശം വെച്ചിട്ടുള്ള ബാങ്കുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പബ്ലിക് ബാങ്കുകൾ, പബ്ലിക് സെക്ടർ ബാങ്കുകൾ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, സർക്കാർ, അതായത് ഗവൺമെന്റിന്റെ 50% ഷെയർ ഗവൺമെന്റ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ബാങ്കുകളാണ് പബ്ലിക് സെക്ടർ ബാങ്കുകൾ എന്ന് പറയുന്നത്. നമ്മുടെ SBI ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. SBI, കാനറ ബാങ്ക്, PNB, അതായത് പഞ്ചാബ് നാഷണൽ ബാങ്ക്, അതൊക്കെ പബ്ലിക് സെക്ടർ ബാങ്കുകളുടെ എക്സാമ്പിൾസ് ആണ്. ഇനി പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? ഓഹരികളൊക്കെ, അതായത് ഷെയറുകളൊക്കെ തന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന്റെ അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും കമ്പനികളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻഡിവിജ്വലിന്റെയോ കൈവശമായിരിക്കും ഉണ്ടായിരിക്കുക. അത്തരം ബാങ്കുകളാണ് പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ. HDFC ബാങ്ക്, ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക്, അതൊക്കെ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളുടെ എക്സാമ്പിൾ ആണ്. ഇനി ഫോറിൻ ബാങ്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, വിദേശ രാജ്യങ്ങളിൽ, ഫോറിൻ രാജ്യങ്ങളിൽ അതിന്റെ ക്യാപിറ്റൽ ഉള്ളതും അല്ലെങ്കിൽ ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ളതും എന്നാൽ ഇന്ത്യയിൽ ബ്രാഞ്ചസും ഉള്ള ബാങ്കുകളെയാണ് ഫോറിൻ ബാങ്ക്സ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ എക്സാമ്പിൾസ് പറഞ്ഞല്ലോ, HSBC ബാങ്ക്, സിറ്റി ബാങ്ക്, ദെൻ സ്റ്റാൻഡേർഡ് ചാർട്ടേർഡ് ബാങ്ക്, ഇതൊക്കെ ഫോറിൻ ബാങ്ക്സിന് എക്സാമ്പിൾസ് ആണ് കേട്ടോ. ഇനി മറ്റൊരു സെക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് RRBs, അതായത് റീജിയണൽ റൂറൽ ബാങ്കുകൾ. അതായത് ഗ്രാമീണ മേഖലയുടെ വികസനത്തിന് വേണ്ടി, ഗ്രാമീണ ബാങ്കുകളാണ് അല്ലെ. അപ്പൊ ഓഫ് കോഴ്സ് ആയിട്ടും അത് ഗ്രാമീണ മേഖലയുടെ വികസനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ബാങ്കുകളാണ്. കേരള ഗ്രാമീൺ ബാങ്ക് ഒക്കെ ഇതിന് എക്സാമ്പിൾസ് ആണ് കേട്ടോ. ഇനി ഈ ബാങ്കുകളുടെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? കോപ്പറേറ്റീവ് ബാങ്ക് ആയിക്കോട്ടെ, കൊമേഴ്ഷ്യൽ ബാങ്ക്, പ്രധാനമായിട്ടും കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ, ധർമ്മങ്ങൾ നമുക്ക് നോക്കാം. പ്രൈമറി ഫങ്ഷൻസും ഉണ്ട്, സെക്കൻഡറി ഫങ്ഷൻസും ഉണ്ട്. പ്രൈമറി ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. അതായത് സേവിങ് അക്കൗണ്ട്, കറണ്ട് അക്കൗണ്ട്, അതുപോലെ ഫിക്സഡ് ഡെപ്പോസിറ്റ്, റിക്കറിംഗ് ഡെപ്പോസിറ്റ്, അങ്ങനെയുള്ളതിലൂടെയൊക്കെ ജനങ്ങളിൽ നിന്ന് പണം അക്സെപ്റ്റ് ചെയ്യാണ് പ്രധാനപ്പെട്ട ഒരു ധർമ്മം എന്ന് പറയുന്നത്. അടുത്തതാണ് ലെൻഡിങ് ഓഫ് ലോൺസ്, അതായത് ലോണുകൾ അനുവദിക്കുക എന്നുള്ളത്. വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ഒരു കല്യാണം ആവശ്യം വന്നോ അല്ലെങ്കിൽ ഒരു വീട് പണി വന്നോ, നമ്മൾ ലോൺ എടുക്കുമല്ലേ ബാങ്കിൽ നിന്ന്. അപ്പൊ അതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ബാങ്കുകളുടെ ഒരു ധർമ്മമാണ്. വീട് പണിയാനും കൃഷിക്കോ ബിസിനസ്സിനോ എന്തിനാ വേണ്ടെങ്കിലും അതിനൊക്കെ ബാങ്കിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിൽ ബാങ്ക് നമുക്ക് വായ്പ നൽകും. അതിന് നമുക്ക് പലിശയും കൊടുക്കേണ്ടത്, ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കില്ല. ഓരോ ബാങ്കിനും ഓരോ ടൈപ്പ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക, ഓരോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. 9% ഒക്കെയാണ്, 9% ആണെന്ന് തോന്നുന്നു ഇപ്പൊ നോർമലി ഉള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. ദെൻ എഡ്യൂക്കേഷണൽ ലോൺ പ്രൊവൈഡ് ചെയ്യും, 3%, 4% എഡ്യൂക്കേഷണൽ ലോണും പ്രൊവൈഡ് ചെയ്യാറുണ്ട് ബാങ്കുകൾ ഓൺ ദ ബേസിസ് ഓഫ് ഡിഫറെന്റ് ക്രൈറ്റീരിയാസ്. ഓക്കെ, ദെൻ സെക്കൻഡറി ഫങ്ഷൻസ് ആയിട്ട് പറയുന്നത്, ഈ ബാങ്കുകളുടെ സെക്കൻഡറി ഫങ്ഷൻസ് ആയിട്ട് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുക, ചെക്കുകൾ കളക്ട് ചെയ്യുക, അതുപോലെ ടാക്സ് പേയ്മെന്റുകളൊക്കെ അടയ്ക്കുക, അല്ലെങ്കിൽ ടാക്സ് പേയ്മെന്റുകളൊക്കെ ഈ നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ ടാക്സ് അടയ്ക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ബാങ്കിൽ പോയിട്ടൊക്കെ ചെയ്യാറുണ്ട് അല്ലെ. പിന്നെ നമുക്ക് മറ്റ് കുറച്ച് യൂട്ടിലിറ്റി സർവീസസും കൂടി ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ എന്തൊക്കെയാണ്? നമുക്ക് ലോക്കർ സൗകര്യം, പിന്നെ ATM, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, പിന്നെ ഓൺലൈൻ ബാങ്കിങ്, DD, അങ്ങനെയുള്ള കുറച്ചധികം യൂട്ടിലിറ്റി സർവീസസും ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ബാങ്കുകളെയൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? ഇതിന്റെയൊക്കെ തലതൊട്ടപ്പൻ എന്ന് പറയുന്നത് ആരാണ്? RBI ആണ് അല്ലെ. അറിയാലോ, RBIനെ കുറിച്ച് നമുക്ക് പഠിക്കാം. അടുത്ത ഒരു സെക്ഷൻ, ഷെഡ്യൂൾഡ് ബാങ്ക്സിലെ ഒരു സെക്ഷനാണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറയുന്നത്. ഇനി കോപ്പറേറ്റീവ് ബാങ്ക്സ്, സഹകരണ ബാങ്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദേ ആർ സർവീസ് ഓറിയന്റഡ്, സഹകരണ ബാങ്കുകൾ, സഹകരണമാണ് പ്രധാനമായിട്ട് അല്ലെ. അതായത് സർവീസ് ഓറിയന്റഡ് ആണ്, സേവനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ് കോപ്പറേറ്റീവ് ബാങ്ക്സ്. നോ പ്രോഫിറ്റ് നോ ലോസ്, എന്ന ലാഭവും ഇല്ല നഷ്ടവും ഇല്ല, അങ്ങനത്തെ ലെവലിൽ പോകുന്നതാണ് കോപ്പറേറ്റീവ് ബാങ്ക്സ്. are governed by both RBI and state government. RBI സ്റ്റേറ്റ് ഗവൺമെന്റും ആണ് ഇതിന്റെ അതോറിറ്റി ആയിട്ട് വരുന്നത്. ഓക്കെ, സഹകരണ ബാങ്കുകൾ നമ്മുടെ സൊസൈറ്റി ബാങ്കുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ടില്ലേ അല്ലേ? അപ്പൊ എന്തെങ്കിലും കോപ്പറേറ്റീവ് സൊസൈറ്റി ബാങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഹെഡിങ്ങിൽ കൂടിയിട്ട് കണ്ടിട്ടില്ലേ അങ്ങനത്തെ ബാങ്കുകൾ? അതാണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത് കേട്ടോ.
ഇനി നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ്, അതായത് പട്ടികയിൽപ്പെടാത്ത ബാങ്കുകൾ. ദീസ് ബാങ്ക്സ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ സെക്കൻഡ് ഷെഡ്യൂൾ ഓഫ് RBI ആക്ട്. RBIയുടെ ആക്ടിൽ പെടാത്തതാണ്. ദേ ആർ വെരി ഫ്യൂ ഇൻ നമ്പർ നൗ, അതായത് വളരെ കുറച്ച് മാത്രമേ ഇപ്പോൾ ഈ ഒരു, അതായത് നമ്മൾ പറഞ്ഞല്ലോ ഒരു പെർട്ടിക്കുലർ ക്രൈറ്റീരിയ ഉണ്ട് ആ ഒരു ഷെഡ്യൂളിൽ പെടാനായിട്ട്, അതായത് ഇത്ര എമൗണ്ട് ക്യാപിറ്റൽ വേണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഇപ്പൊ വളരെ കുറവാണ് ഈ നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്ന് പറയുന്നത്. ദേ മസ്റ്റ് ഓൾസോ മെയിൻറ്റെയിൻ എ ക്യാഷ് റിസർവ് ബട്ട് ദേ കെപ്റ്റ് it within themselves not necessarily with the RBI. അപ്പൊ അവരുടെ ഒരു ക്യാഷ് റിസർവ് അവരുടെ കയ്യിൽ തന്നെ അവർക്ക് കീപ്പ് ചെയ്ത് വെക്കാം. അത് RBIനെ ഏൽപ്പിക്കണം അല്ലെങ്കിൽ RBIക്ക് കൈമാറണമെന്നോ ഒന്നുമില്ല. അവരുടെ ക്യാഷ് റിസർവ് അവരുടെ കയ്യിൽ തന്നെ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. They generally cannot borrow from RBI for regular banking needs except in ultimate emergencies. അതായത് ഈ നമ്മുടെ ഈ ഷെഡ്യൂൾഡ് ബാങ്ക്സിന് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ RBIയിൽ നിന്ന് ലോൺ എന്തെങ്കിലും പൈസ ആവശ്യം വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ബോറോ ചെയ്യാൻ, കടമെടുക്കാനുള്ള അവകാശമുണ്ട്. എന്നാൽ ഈ നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സിന് വളരെ അത്യാവശ്യമായിട്ടുള്ള, അതായത് അൾട്ടിമേറ്റ് എമർജൻസി സിറ്റുവേഷൻസിൽ മാത്രമേ RBIയിൽ നിന്ന് ക്യാഷ് ബോറോ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അടുത്തതാണ് ഡിഫറൻഷിയേറ്റഡ് ബാങ്ക്സ്. ഡിഫറൻഷിയേറ്റഡ് ബാങ്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിൽ ഇപ്പൊ പുതിയതായിട്ട് കുറച്ചധികം ബാങ്കുകൾ, ഇസാഫ്, ഇക്വിറ്റാസ്, അങ്ങനെ കുറച്ചധികം സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ നിലവിൽ വന്നിട്ടുണ്ട് അല്ലെ, റീസെന്റ് വന്നിട്ടുള്ളതാണ്. അപ്പൊ ഇതാണ് ഈ ഡിഫറൻഷിയേറ്റഡ് ബാങ്കുകളിൽ ഉൾപ്പെടുന്നത്. സ്മോൾ ഫിനാൻസ് ബാങ്ക് ഫോക്കസ് ഓൺ സ്മോൾ ബിസിനസ് യൂണിറ്റ് ആൻഡ് അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സ്. ഇനി പേയ്മെന്റ് ബാങ്കുകൾ, ഡിഫറൻഷിയേറ്റഡ് ബാങ്കുകൾ വരുന്നതാണ് ക്യാൻ ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ബട്ട് കനോട്ട് ഇഷ്യൂ ലോൺസ് ഓർ ക്രെഡിറ്റ് കാർഡ്സ്. അതായത് ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കും, പക്ഷേ ലോണുകളും ക്രെഡിറ്റ് കാർഡുകളോ ഒന്നും തന്നെ ഇഷ്യൂ ചെയ്യുന്നില്ല. ഓക്കെ, ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് ഒക്കെ എക്സാമ്പിൾ ആണ്. ഇനി ഡിഫറൻഷിയേറ്റഡ് ബാങ്കുകളുടെ മറ്റ് എക്സാമ്പിൾസ് എന്ന് പറയുന്നത് കോസ്റ്റൽ ലോക്കൽ ഏരിയ ബാങ്ക്, സർട്ടൻ സ്മോൾ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ്, ഇതൊക്കെ ഇതിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നതാണ്. ബാങ്കിങ് സെക്ഷനിൽ നിന്ന് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കീ ടേംസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് നമുക്ക് എക്സാമിന് ചോദിച്ചു വന്നിട്ടുള്ള കുറച്ച് കീ ടേംസ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് ഒരു ടേബിൾ ആക്കി കൊടുത്തു എന്ന് മാത്രം. അപ്പോ നമുക്ക് നോക്കാം. റിപ്പോ റേറ്റ്. റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ റേറ്റ് അറ്റ് വിച്ച് RBI ലെൻസ് മണി ടു കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. അതായത് RBI കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് പൈസ കൊടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഷെഡ്യൂൾഡ് ബാങ്ക്സിന് RBIയിൽ നിന്നും അത്യാവശ്യ ഘട്ടങ്ങളിൽ കടമെടുക്കാം എന്നാണ്. അങ്ങനെ കടമെടുക്കുമ്പോൾ അതിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. അതായത് RBI കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് കടം കൊടുക്കുമ്പോൾ അതിന് നൽകുന്ന കൊമേഴ്ഷ്യൽ ബാങ്ക്സ് നൽകുന്ന പലിശ നിരക്ക്, ഇൻട്രസ്റ്റ് റേറ്റ് ആണ് റിപ്പോ റേറ്റ്. ഓക്കെ, ഇനി റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ റേറ്റ് അറ്റ് വിച്ച് RBI ബോറോസ് മണി ഫ്രം കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. ഓക്കെ, RBIക്ക് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ തന്റെ കൊമേഴ്ഷ്യൽ ബാങ്ക്സിൽ നിന്നും RBI ബോറോ ചെയ്യാറുണ്ട്. അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് RBIയിൽ നിന്ന് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് കടമെടുക്കുമ്പോൾ RBI ഇഷ്യൂ ചെയ്യുന്ന റേറ്റ് ആണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. അതായത് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ് റിപ്പോ റേറ്റ് കൊടുക്കുന്നത് കേട്ടോ, RBIക്ക് കൊടുക്കുന്നത്. റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RBIയുടെ മേലാണ് ചുമത്തുന്നത്. ദ റേറ്റ് അറ്റ് വിച്ച് RBI ബോറോസ് മണി ഫ്രം കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. ക്ലിയർ ആണല്ലോ, രണ്ടും തമ്മിൽ മാറിപ്പോവരുത്. ഇനി CRR, ക്യാഷ് റിസർവ് റേഷ്യോ എന്നാണ് CRRന്റെ ഫുൾ ഫോം വരുന്നത്. ദ പെർസെന്റേജ് ഓഫ് ഡെപ്പോസിറ്റ് ബാങ്ക്സ് banks must kept within the RBI in cash. അതായത് RBIയിൽ ക്യാഷ് ആയിട്ട് ബാങ്കുകൾ സൂക്ഷിക്കേണ്ട ഡെപ്പോസിറ്റിന്റെ പെർസെന്റേജ് ആണ് CRR എന്ന് പറയുന്നത്, ക്യാഷ് റിസർവ് റേഷ്യോ. ഒരു ബാങ്ക് മസ്റ്റ് ആയിട്ടും RBIയിൽ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ക്യാഷ് രൂപത്തിൽ തന്നെ കൊടുക്കേണ്ടതുണ്ട്, ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിന്റെ റേറ്റ് ആണ് CRR എന്ന് പറയുന്നത്. ഇനി SLR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. അതാണ് SLRന്റെ ഫുൾ ഫോം വരുന്നത്, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. അതായത് ദ പെർസെന്റേജ് ഓഫ് ഡെപ്പോസിറ്റ്സ് ബാങ്ക്സ് മസ്റ്റ് മെയിൻറ്റെയിൻ ഇൻ ലിക്വിഡ് അസറ്റ്. അതായത് ഒരു ബാങ്ക് തന്റെ കൈവശം വെക്കേണ്ട ഒരു മിനിമം എമൗണ്ട് ഉണ്ടാവല്ലോ, അതായത് ലിക്വിഡ് ക്യാഷ് ആയിട്ട്
ഇപ്പോ ജനങ്ങള് വന്ന് ഇപ്പോ പെട്ടെന്ന് ലോണ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കൊടുക്കാൻ, അല്ലെങ്കിൽ അവര് ചെക്ക് ഇഷ്യൂ ചെയ്തിട്ടൊക്കെ വന്നിട്ട് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് വരെ നമുക്ക് ATM വഴിയേ നമുക്ക് എന്താ എടുക്കാനായിട്ട് പറ്റുള്ളൂ. എന്നാൽ അതിന് മുകളിലുള്ള പൈസ, ഒരു 1 lakhന് മുകളിലൊക്കെയുള്ള പൈസയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ചെക്ക് ഇഷ്യൂ ചെയ്തിട്ട് ബാങ്കിൽ നിന്ന് നേരിട്ട് എടുക്കണം അല്ലെ. അപ്പൊ അങ്ങനെ കുറെ പേരൊക്കെ വന്നു കഴിഞ്ഞാൽ ബാങ്കിന്റെ പൈസ ഇല്ല എന്ന് പറയാൻ പറ്റൂ? ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ ബാങ്ക് ഒരു നിശ്ചിത എമൗണ്ട് ലിക്വിഡ് ക്യാഷ് ആയിട്ട് കയ്യിൽ സൂക്ഷിക്കണം എപ്പോഴും. അതിന്റെ പെർസെന്റേജിനെയാണ് SLR എന്ന് പറയുന്നത്. ഓക്കെ, ലിക്വിഡ് ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ ഗോൾഡ്, ക്യാഷ്, സെക്യൂരിറ്റീസ് അങ്ങനെ ആയിട്ടും ഒക്കെ സേവ് ചെയ്ത് വെക്കേണ്ട ആവശ്യമുണ്ട്. അതിനെയാണ് SLR എന്ന് പറയുന്നത്. ഇനി NPA, നോൺ പെർഫോമിംഗ് അസറ്റ്, എന്താണ്? ലോൺസ് ദാറ്റ് ഇസ് നോട്ട് ബീങ് റീപെയ്ഡ്. അതായത് NPA എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ അതിന്റെ ഫുൾ ഫോം പറഞ്ഞല്ലോ, നോൺ പെർഫോമിംഗ് അസറ്റ് എന്നാണ്. അതായത് ബാങ്ക് നൽകിയിട്ടുള്ള ഒരു ലോണ്, അതിന്റെ തിരിച്ചടവ് കൃത്യമായിട്ട് നടക്കാതെ വരുമ്പോൾ ആ ഒരു പെർട്ടിക്കുലർ വായ്പേനെ ബാങ്ക് ബാധ്യത അല്ലെങ്കിൽ NPA ആയിട്ടാണ് കണക്കാക്കുന്നത്. അതായത് വായ്പയുടെ പലിശയോ മുതലോ തുടർച്ചയായിട്ട് ഒരു 90 ദിവസം തിരിച്ചടയ്ക്കാതിരുന്നു കഴിഞ്ഞാൽ ആ വായ്പേനെ റിസർവ് ബാങ്കിന്റെ നിയമപ്രകാരം NPA ആയിട്ട് പ്രഖ്യാപിക്കും. ഓക്കെ, അതിനിങ്ങനെ പല പല ഘട്ടങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്ക് ആവശ്യമില്ല. എന്താണ് സംഭവം എന്നുള്ളതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. പിന്നെ ഈ CRRന്റെ ഫുൾ ഫോം, SLRന്റെ ഫുൾ ഫോം, NPAയുടെ ഫുൾ ഫോം, ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, ദെൻ നമ്മൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് എത്തി. അതായത് നമ്മുടെ ഇന്ത്യയിലെ അപെക്സ് ബാങ്ക് എന്നറിയപ്പെടുന്നതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ദാറ്റ് ഇസ് RBI, ഭാരതീയ റിസർവ് ബാങ്ക്. സെൻട്രൽ ബാങ്ക് ഹോൾഡ്സ് എ പാരാമൗണ്ട് പൊസിഷൻ ഇൻ എനി കൺട്രി. ഓക്കെ, അതായത് എല്ലാ രാജ്യത്തും ഒരു സെൻട്രൽ ബാങ്ക് ഉണ്ടായിരിക്കും. നമ്മുടെ ഇന്ത്യയിലെ സെൻട്രൽ ബാങ്ക് ആണ് കേന്ദ്ര ബാങ്ക്. ഇന്ത്യയിലെ കേന്ദ്ര ബാങ്ക് എന്നറിയപ്പെടുന്നത് ഏതാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. എന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളത്? April 1, 1935 കേട്ടോ. April 1, 1935. അപ്പോ ഈ April 1 എന്ന് വന്നുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ. ഇന്ത്യയിലെ എക്കണോമിക് ഇയർ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ എന്നോ അങ്ങനെ രണ്ടും നമുക്ക് പറയാം. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് April 1 ടു March 31 വരെയാണ് കേട്ടോ. ഒരു സാമ്പത്തിക വർഷം ഇന്ത്യയിൽ ആരംഭിക്കുന്നത് April 1 മുതൽ March 31 വരെയാണ്. ജസ്റ്റ് ഇതിന്റെ കൂടെ April 1 എന്ന് കണ്ടപ്പോൾ പറഞ്ഞു മാത്രം. റിസർവ് ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് April 1, 1935. ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹാഡ് ആൻ ഇനീഷ്യൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഓഫ് 5 crores divided into 5 lakhs share of 100 each. അതിന്റെ ഷെയറിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 5 കോടി ആയിരുന്നു ഈ ഒരു മൂലധനം എന്ന് പറയുന്നത്, ഇനീഷ്യൽ ക്യാപിറ്റൽ ആയിട്ട് ഉണ്ടായിരുന്നത്. അതെന്ന് പറയുന്നത് 100 പേരുടെ നിന്ന് 5 lakh ഷെയറുകളായിട്ട് അങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. Acting upon the recommendations of the Hilton Young Commission, the RBI was established in April 1935 through the enhancement of RBI Act 1934. RBI ആക്ട് വന്നിട്ടുള്ളത് 1934. ഈ RBI ആക്ടിന്റെ ഇനാക്ട്മെന്റോട് കൂടിയിട്ടാണ്, അതായത് 1935 April 1 ഒരു കമ്മിറ്റി പറയുന്നുണ്ട്. ഹിൽട്ടൺ യങ് കമ്മീഷൻ ആണ് പറയുന്നത്. അതിന്റെ റെക്കമെൻഡേഷൻ, ഹിൽട്ടൺ യങ് കമ്മീഷന്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് April 1 1935 RBI എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, അതിന് മുന്നേ ആയിട്ട് RBI ആക്ട് വരുന്നുണ്ട്. 1934 ഇയർ ഓർമ്മയിൽ വെക്കുക. Local boards are established in Mumbai, Kolkata, Chennai and New Delhi with the headquarters of RBI situated in Mumbai. RBIയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? മുംബൈയിലാണ് കേട്ടോ. ഓർമ്മയിൽ വെക്കുന്നത്. ഒരു തവണ ചോദ്യം വന്നിട്ടുള്ളതായിരുന്നു. RBIയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണെന്നുള്ളത്. ന്യൂഡൽഹി ഓപ്ഷനിൽ കാണുമ്പോഴേ പലർക്കും ഇങ്ങനെ ഡൗട്ട് ഉണ്ടായിരിക്കും, ന്യൂഡൽഹി ആണോ എന്നുള്ളത്. RBIയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് എവിടെയാണ്? മുംബൈയിലാണ്. The RBI operates through 31 regional offices, including 4 sub-offices predominantly located in state capitals. അതായത് RBIയില് 31 റീജിയണൽ ഓഫീസേഴ്സ് ഉണ്ട്. അതിൽ 4 സബ് ഓഫീസേഴ്സും ഉണ്ട്. ഓക്കെ, 31 റീജിയണൽ ഓഫീസേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ 4 സബ് ഓഫീസേഴ്സ് ഉണ്ട്. അതൊക്കെ തന്നെ സ്റ്റേറ്റ് ക്യാപിറ്റൽസിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. The financial year of RBI stands from, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? April 1 മുതൽ March 31 വരെയാണ്. ആനുവൽ റിപ്പോർട്ട് റിലീസ്ഡ് ഇൻ ഓഗസ്റ്റ് ഇൻ ഈച്ച് ഇയർ. ആനുവൽ റിപ്പോർട്ട് എന്താണ്? ഓഗസ്റ്റിലാണ് റിലീസ് ചെയ്യുന്നത്.
Okay, Sir Osborne Smith served as the first governor of RBI. RBI ultimate ആയിട്ടുള്ള അതോറിറ്റിനെ RBI ഗവർണർ എന്നാണ് പറയുന്നത്. ആദ്യത്തെ RBI ഗവർണർ ആരായിരുന്നു? സർ ഓസ്ബോൺ സ്മിത്ത് ആയിരുന്നു കേട്ടോ. സർ ഓസ്ബോൺ സ്മിത്ത് ആയിരുന്നു ആദ്യത്തെ റിസർവ് ബാങ്ക് ഗവർണർ ആയിട്ട് ഉണ്ടായിരുന്നത്. Following the nationalization of January 1st, 1949, C.D. Deshmukh became the first Indian governor. അപ്പൊ ഈ ഓസ്ബോൺ സ്മിത്ത് ഒരു ഫോറിനർ ആയിരുന്നു. ആയതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരനായിട്ടുള്ള ആദ്യത്തെ RBI ഗവർണർ ആരായിരുന്നു? C.D. ദേശ്മുഖ് ആയിരുന്നു. കറന്റ് RBI ഗവർണർ, അതായത് 26th RBI ഗവർണർ എന്ന് പറയുന്നത് സഞ്ജയ് മൽഹോത്രയാണ് കേട്ടോ. നമ്മുടെ ഇപ്പോഴത്തെ 2026 ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ്. 26ാമത്തെ RBI ഗവർണർ ആണ് കേട്ടോ അദ്ദേഹം. അപ്പൊ ഇന്ത്യയിലെ ഇന്ത്യക്കാരനായിട്ടുള്ള ആദ്യത്തെ RBI ഗവർണർ C.D. ദേശ്മുഖ് ആണ്. ഏറ്റവും ആദ്യത്തെ ഈ RBIയുടെ ഗവർണർ സർ ഓസ്ബോൺ സ്മിത്ത് ആണ്. ഇമ്പോർട്ടന്റ് ആണ്. HSA സോഷ്യൽ സയൻസിന് ഒരിക്കൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു കേട്ടോ. ആദ്യത്തെ RBI ഗവർണർ ആരായിരുന്നു എന്നുള്ളത്. അതില് C.D. ദേശ്മുഖും ഓസ്ബോൺ സ്മിത്തും ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യത്തെ ഗവർണർ എന്ന് ചോദിക്കുമ്പോൾ ഓഫ് കോഴ്സ് സർ ഓസ്ബോൺ സ്മിത്തിന്റെ പേര് തന്നെ നമ്മൾ കൊടുക്കണം. C.D. ദേശ്മുഖ് ആരാണ്? ഫസ്റ്റ് ഇന്ത്യൻ ഗവർണർ ആണ്. ഇന്ത്യൻ ഗവർണർ ആണ് കേട്ടോ. Okay, the standard term for the governor's office is 3 years with a possible extension of additional 2 years in certain cases. Okay, അതായത് 3 വർഷത്തോളാണ് കാലാവധി വരുന്നത്. പോസിബിൾ എക്സ്റ്റൻഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു 2 വർഷം കൂടി അത്യാവശ്യ സാഹചര്യങ്ങളിൽ കൂട്ടാറുമുണ്ട്. RBIയുടെ 2 വിശേഷണങ്ങളാണ് സെൻട്രൽ ബാങ്ക് അതുപോലെ ബാങ്കേഴ്സ് ബാങ്ക് എന്നൊക്കെ. അതായത് കേന്ദ്ര ബാങ്ക് എന്നും ബാങ്കുകളുടെ ബാങ്ക് എന്നും അറിയപ്പെടുന്നത് RBI ആണ് അല്ലെ. As it is the central authority that manages monetary policy and supervises other banks in the country. മറ്റ് ബാങ്കുകളെ നിയന്ത്രിക്കുകയും അതുപോലെ അതിന് വേണ്ടുന്ന റെഗുലേഷൻസ് കൊടുക്കുകയും അതുപോലെ അതിനെ സൂപ്പർവൈസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു അപ്പെക്സ് ബോഡിയാണ് അല്ലെങ്കിൽ ഒരു അപ്പെക്സ് അതോറിറ്റിയാണ് RBI. അപ്പൊ അതുകൊണ്ട് തന്നെ ബാങ്കേഴ്സ് ബാങ്ക് എന്നും സെൻട്രൽ ബാങ്ക് എന്നും ഒക്കെ അറിയപ്പെടുന്നത് RBI ആണ്. ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലോഗോയിലുള്ള ആനിമൽ ഏതാണ്? ടൈഗർ ആണ് അല്ലെ. ടൈഗർ ആണ്. ഇത് PSCക്ക് ഒക്കെ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലോഗോയിലുള്ള ആനിമൽ ഏതാണെന്നുള്ളത് ടൈഗർ ആണ്. വിച്ച് സ്റ്റാൻഡ്സ് ഇൻ ഫ്രണ്ട് ഓഫ് എ പാം ട്രീ. അതായത് ഒരു പനാമരത്തിന്റെ അടുത്ത് ഒരു സിംഹം നിൽക്കുന്ന ഒരു ടൈഗർ നിൽക്കുന്നതാണ് നമ്മുടെ RBIയുടെ ലോഗോയില് വരുന്നത് അല്ലെ. നമ്മളൊക്കെ പലരും കണ്ടിട്ടുണ്ടാവും നമ്മുടെ നോട്ടിലൊക്കെ, അതായത് കറൻസി നോട്ടിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അതിന്റെ സിംബല്. ഓക്കെ, ഫസ്റ്റ് വുമൻ ടു ബി അപ്പോയിന്റഡ് ആസ് എ ഡെപ്യൂട്ടി ഗവർണർ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആരായിരുന്നു? KJ ഉദേശി ആയിരുന്നു കേട്ടോ. who began her term on June 10, 2003 to October 12, 2005. Okay. More recently, Poonam Gupta was appointed in 2nd April 2025, becoming the first woman to hold the position in over a decade and the 4th woman to become a deputy governor at the RBI. ഓക്കെ, അപ്പോ പൂനം ഗുപ്ത അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത് എന്നാണ്? അവരെന്നെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത് April 2 ആണ് 2025. അതായത് കുറെ നാളുകൾക്ക് ശേഷം ഇന്ത്യയിൽ അപ്പോയിന്റ് ആയിട്ടുള്ള ഒരു വിമൻ ഡെപ്യൂട്ടി ഗവർണർ ആണ് പൂനം ഗുപ്ത. അവരുടെ ഒരു പ്രത്യേകതയാണ്. കറണ്ട് അഫെയറിലൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കേട്ടറ്റിന് ആവശ്യപ്പെട്ടില്ലെങ്കിലും കേട്ടറ്റിന് ആവശ്യം വന്നില്ലെങ്കിലും നിങ്ങൾക്ക് മറ്റ് സെവറൽ PSC എക്സാമുകൾക്ക് ആവശ്യം വരും. ഇനി ഇന്ത്യയുടെ 24th ഗവർണർ ആരായിരുന്നു? RBIയുടെ 24th ഗവർണർ ആരായിരുന്നു? ഊർജിത് പട്ടേൽ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ടെന്യൂർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ 25th ഗവർണർ ഓഫ് RBI ശക്തി കേന്ദ്ര ദാസ് ആയിരുന്നു. അദ്ദേഹത്തിന് തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന ഗവർണർ ശക്തി കേന്ദ്ര ദാസ് ആയിരുന്നു. 26th ഗവർണർ ഞാൻ നേരത്തെ പറഞ്ഞു സഞ്ജയ് മൽഹോത്ര ആണ്. റിസർവ് ബാങ്കിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് നമുക്ക് നോക്കാം. ഇഷ്യൂസ് ഓഫ് ബാങ്ക് നോട്ട്സ് ആൻഡ് സർക്കുലേഷൻ ഓഫ് കോയിൻസ്. അതായത് 2 രൂപ മുതലുള്ള നോട്ടുകൾ അച്ചടിക്കുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ആണ്. അതിൽ സൈൻ ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഗവർണർ ആണ്. 1 രൂപ കോയിൻ അച്ചടിക്കുന്നത് ആരാണ്? 1 രൂപ നോട്ട് കോയിൻ ഒക്കെ അച്ചടിക്കുന്നത് ആരാണ്? മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ്. കേന്ദ്ര ധനകാര്യ വകുപ്പാണ്
₹1 കോയിൻ പുറത്തെടുക്കുന്നത് കേട്ടോ, പുറത്തിറക്കുന്നത്. 2 രൂപ മുതൽ ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ നോട്ട് ഏതാണ്? ഇപ്പോ 500ന്റെ നോട്ടാണ് അല്ലെ. ഓക്കെ, 2000ന്റെ നോട്ടായിരുന്നു ഏറ്റവും വലിയ നോട്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പിൻവലിച്ചതുകൊണ്ട് 500ന്റെ നോട്ടാണ് ഇന്ത്യയിലെ ഏറ്റവും ഇപ്പൊ കറന്റ്ലി ഉള്ള ഏറ്റവും വലിയ നോട്ട് എന്ന് പറയുന്നത് 500ന്റെ നോട്ടാണ്. അപ്പൊ ഈ നോട്ടൊക്കെ അച്ചടിക്കുന്നത് ആരാണ്? അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് കേട്ടോ. നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ വരാറുണ്ട് ഇപ്പൊ കേട്ടിട്ടിന്. അപ്പൊ ₹1 മുതലുള്ള എല്ലാ നോട്ടുകളും അച്ചടിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് വരാം. അപ്പൊ നിങ്ങൾ ചിലപ്പോ ഈ ₹1 എന്നുള്ളത് ശ്രദ്ധിക്കില്ല. നിങ്ങൾ അതിൽ പറയുക എന്താണ്? അത് ശ്രദ്ധിക്കുക, നോട്ട് ഇഷ്യൂ ചെയ്യുന്നത് എന്നുള്ള ഒരു പോയിന്റ് മാത്രമേ ശ്രദ്ധിക്കുള്ളൂ. അപ്പൊ നമ്മുടെ ആൻസർ തെറ്റിപ്പോവും അല്ലെ. നമ്മൾ വായന കൃത്യമായിട്ട് നല്ല രീതിക്ക് തന്നെ നമ്മൾ സൂക്ഷ്മദർശിനി വെച്ച് നോക്കി വേണം വായിക്കാൻ. ഇപ്പോഴൊക്കെ കാറ്ററ്റിന്റെ എക്സാമിനൊക്കെ ഹൈലൈറ്റ് ചെയ്യാറുണ്ട് ക്വസ്റ്റ്യനില് സ്റ്റേറ്റ്മെന്റുകള് നോട്ട് റിലേറ്റഡ് ടു അല്ലെങ്കിൽ റിലേറ്റഡ് ടു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഹൈലൈറ്റ് ചെയ്യാറുണ്ട്. അതായത് തന്നിട്ടുള്ളവയിൽ ശരിയല്ലാത്തത് തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ ശരിയായത് തിരഞ്ഞെടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വരുമ്പോൾ അതിൽ ശരിയായത് എന്നുള്ളത് ഹൈലൈറ്റ് ചെയ്ത് കാണാറുണ്ട് കേട്ടറ്റിന്റെയും കേട്ടറ്റ് 2ന്റെയും 3യുടെയും പേപ്പറിൽ. എന്നാൽ PSCയിൽ അങ്ങനെ ഹൈലൈറ്റ് ചെയ്തൊന്നും കാണാറില്ല. അതുകൊണ്ട് കുറെ പേർക്ക് ഉത്തരങ്ങൾ തെറ്റിപ്പോവാറുണ്ട് കേട്ടോ. ശരിയായ സ്റ്റേറ്റ്മെന്റ് തിരഞ്ഞെടുക്കാൻ പറയുമ്പോൾ ശരിയല്ലാത്ത സ്റ്റേറ്റ്മെന്റ് തിരഞ്ഞെടുക്കും, ശരിയല്ലാത്തത് തിരഞ്ഞെടുക്കാൻ പറയുമ്പോൾ ശരിയായത് തിരഞ്ഞെടുക്കും. അപ്പൊ അങ്ങനത്തെ കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട. നമ്മൾ ക്വസ്റ്റ്യൻസ് നല്ല രീതിക്ക് വായിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെ നമ്മൾ എക്സാം എഴുതാനായിട്ട് ശ്രദ്ധിക്കണം. നമുക്ക് നമ്മുടെ പോയിന്റിലേക്ക് വരാം. Act as monetary authority and formulates, implements and monitors the monetary policy. അപ്പോ ഒരു മോണിറ്ററി അതോറിറ്റി ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ട് തന്നെ മോണിറ്ററി പോളിസി ഫോർമുലേറ്റ് ചെയ്യുകയും ഇംപ്ലിമെന്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ആരാണ്? അത് RBIയുടെ ധർമ്മമാണ്. Regulation and supervision of the financial system, regulation and supervision of the payment and settlement system, ആക്ട് ആസ് മാനേജർ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്. ഇതൊന്നും വല്ലാണ്ട് വിശദീകരിക്കേണ്ട കാര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ പോയിന്റ് അങ്ങനെ തന്നെ വായിക്കുന്നത് കേട്ടോ. ഫോറിൻ എക്സ്ചേഞ്ചിന്റെ ഒരു മാനേജർ പോലെ പ്രവർത്തിക്കുന്നു. മെയിൻറ്റൈനിങ് ആൻഡ് മാനേജിങ് ദ കൺട്രീസ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ്. ഇതൊക്കെ നിങ്ങളൊന്ന് ഓർമ്മയിൽ വെക്കണം. കാരണം നമുക്ക് ഞാൻ പറഞ്ഞല്ലോ RBIയുടെ ഫങ്ഷൻസ്, മെയിൻ ഫങ്ഷൻസ് ചൂസ് ചെയ്യാനായിട്ടൊക്കെ നമുക്ക് ഓപ്ഷൻസ് വരാറുണ്ട്. അല്ലെങ്കിൽ RBIയുടെ മെയിൻ ഫങ്ഷൻ അല്ലാത്തത് ചൂസ് ചെയ്യാനായിട്ടൊക്കെ പറയാറുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിൽ അത് ഫീഡ് ആയി കഴിഞ്ഞാൽ അതിലല്ലാത്തത് ഏതാണ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാമല്ലോ. പിന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടും RBIയുടെ ഫങ്ഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളത്. അപ്പൊ നമുക്ക് അത് വെച്ച് നമുക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. ഓക്കെ, മെയിൻറ്റൈനിങ് ആൻഡ് മാനേജിങ് ദ കൺട്രീസ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ്, ആക്ടിങ് ആസ് ദ ബാങ്കർ ടു ബാങ്ക്സ് ആൻഡ് ഗവൺമെന്റ്സ്. ഗവൺമെന്റിനും ബാങ്കിനും ഒരു ബാങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്നു. അതായത് ഈ ഗവൺമെന്റിന് എന്തെങ്കിലും ആവശ്യം വന്നാലോ അല്ലെങ്കിൽ ബാങ്കുകൾക്ക് എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിലോ കടമെടുക്കേണ്ടി വന്നാൽ അത് എവിടെ നിന്നാണ്? RBIയിൽ നിന്നാണ് ചെയ്യുന്നത്. അതാണ് ബാങ്കേഴ്സ് ബാങ്ക് എന്ന് പറയുന്നത്. ആക്ടിങ് ആസ് ദ ഡെപ്റ്റ് മാനേജർ ഓഫ് ദി ഗവൺമെന്റ്, ഗവൺമെന്റിന്റെ കടങ്ങൾ തീർക്കുന്ന അല്ലെങ്കിൽ കടങ്ങൾ മാനേജ് ചെയ്യുന്ന ഒരു ഇതായിട്ട് പ്രവർത്തിക്കുന്നു. ഡെവലപ്മെന്റൽ ഫങ്ഷൻസ് ടു സപ്പോർട്ട് നാഷണൽ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, ഇതൊക്കെയാണ് മെയിൻ ഫങ്ഷൻസ് ആയിട്ട് വരുന്നത്. മറ്റ് 2 ചെറിയ പോയിന്റ് കൂടി ഒന്ന് പറയട്ടെ. അതായത് നമ്മുടെ കേട്ടറ്റ് എക്സാമിന് ഈ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളല്ലാതെ കുറച്ച് വേറെ ടേംസ് യൂസ് ചെയ്ത് കാണാറുണ്ട്. അതായത് ഒന്ന് ഇഷ്യൂർ ഓഫ് ദ കറൻസി എന്നുള്ളതാണ്. രണ്ടാമത്തേത് മോണിറ്ററി അതോറിറ്റി അങ്ങനെ പറഞ്ഞിട്ട് കാണാറുണ്ട്, മോണിറ്ററി അതോറിറ്റി. പിന്നെ ബാങ്കർ ടു ദ ഗവൺമെന്റ്, അതെ ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് അങ്ങനെ കാണാറുണ്ട് കേട്ടോ. ലെൻഡർ ഓഫ് ദി ലാസ്റ്റ് റിസോർട്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കൊമേഴ്ഷ്യൽ ബാങ്ക്സിനൊക്കെ അത്യാവശ്യ ഘട്ടങ്ങളിൽ കടം കൊടുക്കുന്ന ആള്, അതാണ് ഉദ്ദേശിക്കുന്നത്. ലെൻഡർ ഓഫ് ദി ലാസ്റ്റ് റിസോർട്ട്. ദെൻ കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് അങ്ങനെ ഒരു ടേം കൂടി കാണാറുണ്ട്. കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് അതായത് ഇന്ത്യയുടെ ഗോൾഡും അതുപോലെ ഫോറിൻ കറൻസി റിസർവ്സ് ഒക്കെ മാനേജ് ചെയ്യുന്ന ഒരു അതോറിറ്റി, അതാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. പബ്ലിക് സെക്ടർ ബാങ്കുകളിൽ പെടുന്ന ഒന്നാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. എന്താണ് പബ്ലിക് സെക്ടർ, എന്താണ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് എന്നൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, അത് ഇനി റിപ്പീറ്റ് ചെയ്യുന്നില്ല. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBI എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യൻ മൾട്ടിനാഷണൽ പബ്ലിക് സെക്ടർ ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി, ഹെഡ്ക്വാർട്ടേഴ്സ് ഇൻ മുംബൈ, മഹാരാഷ്ട്ര. എവിടെയാണ് ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത്? മഹാരാഷ്ട്രയിലെ മുംബൈയിലാണ്. 43rd ലാർജസ്റ്റ് ബാങ്ക് ഇൻ ദ വേൾഡ് ആണ് SBI. ഓക്കെ,
The State Bank of India is formed by the merger or amalgamation of 3 banks. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ബാങ്ക് ഓഫ് ബംഗാൾ, ബാങ്ക് ഓഫ് ബോംബെ, ബാങ്ക് ഓഫ് മദ്രാസ്, 3 പ്രസിഡൻസി ബാങ്കുകൾ മെർജ് ചെയ്ത്, അതായത് ഈ 3 പ്രസിഡൻസി ബാങ്കുകൾ ഇംപീരിയൽ ബാങ്ക് എന്നാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് അല്ലെ. അത് പിന്നീട് SBI ആയിട്ട് നാഷണലൈസ് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 1921 ഈ 3 ബാങ്കുകളും അമൽഗമേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 27/1921 കേട്ടോ. ഒഫീഷ്യൽ ഡേറ്റ് വരുന്നത് 1921 ജനുവരി 27 ഇംപീരിയൽ ബാങ്ക് ലോഞ്ച് ചെയ്യുന്നത്. ദെൻ 1955 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ ഒരു ഇംപീരിയൽ ബാങ്കിന്റെ മേലിൽ കൺട്രോൾ എടുക്കുകയും നാഷണലൈസേഷൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് മാറുന്നത്. പ്യുർ ബാങ്കിങ് നത്തിങ് എൽസ്, ഇതാണ് SBIയുടെ സ്ലോഗൻ ആയിട്ട് വരുന്നത് കേട്ടോ. ഒരു തവണ HSIക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യമായിരുന്നു. HSIക്കോ LP UPക്കോ മറ്റോ ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഏതാന്ന് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല. ക്വസ്റ്റ്യൻ വായിച്ചത് നല്ല ഓർമ്മയുണ്ട്. പ്യുർ ബാങ്കിങ് നത്തിങ് എൽസ്, അതാണ് SBIയുടെ സ്ലോഗൻ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ICICI ബാങ്ക് ആണ്. ICICI ബാങ്കിന്റെ ഫുൾ ഫോം വരുന്നത് ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നാണ്. ഫുൾ ഫോം പഠിച്ചു വെച്ചോളൂ. ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ചിലപ്പോൾ ICICI എക്സ്പാൻഡ് ചെയ്യാനൊക്കെ ആയിട്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട്. റീസെന്റ് ഒന്നും വന്നിട്ടില്ല. ഇൻ കേസ് വന്നാൽ നിങ്ങൾക്ക് എഴുതാലോ. ഓക്കെ, ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അതാണ് ICICIയുടെ. നമ്മൾ ഈ കീ ബാങ്ക് എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. ഓക്കെ, 1955 അതായത് നമ്മുടെ SBI നാഷണലൈസ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു വർഷത്ത് തന്നെയാണ് ICICI ബാങ്ക് ഫോം ചെയ്യുന്നത്. The objective was to create a development financial institution for providing medium term and long term project financing to Indian business. ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് എവിടെയാണ്? മുംബൈയിലാണ്. 1955 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് മുംബൈയിലാണ് ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത്. നെക്സ്റ്റ് ആണ് HDFC ബാങ്ക്. HDFC ബാങ്ക് ഈസ് വൺ ഓഫ് ദ ഇന്ത്യസ് ലാർജസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്. എവിടെയാണ് ഹെഡ്ക്വാർട്ടേഴ്സ്? മുംബൈയിൽ തന്നെയാണ്. നമ്മുടെ ഓൾമോസ്റ്റ് ബാങ്കുകളുടെ ഒക്കെ ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈയിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. ഓക്കെ, HDFC ബാങ്ക് മുംബൈയിലാണ്. പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ആണ് HDFC ബാങ്ക്. നോട്ട് ചെയ്യുക. പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളുടെ എക്സാമ്പിൾസും പബ്ലിക് സെക്ടർ ബാങ്കുകളുടെ എക്സാമ്പിൾസും ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പൊ ഈ ബാങ്കുകൾ അതിന്റെ സെക്ഷൻസ് തമ്മിൽ മാറിപ്പോവാതെ ശ്രദ്ധിക്കുക. 1994 ഫൗണ്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് നോൺ ഫോർ ഇറ്റ്സ് റോബസ്റ്റ് റീറ്റെയിൽ ബാങ്കിങ്, ഹോൾസെയിൽ ബാങ്കിങ് ആൻഡ് ട്രഷറി ഓപ്പറേഷൻസ്. ഫെഡറൽ ബാങ്ക്. ഫെഡറൽ ബാങ്ക് ഇസ് എ മേജർ ഇന്ത്യൻ കൊമേഴ്ഷ്യൽ ബാങ്ക് ഹെഡ്ക്വാർട്ടർ ഇൻ ആലുവ. അതായത് ഫെഡറൽ ബാങ്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈ അല്ല, കേരളത്തിലെ ആലുവയിലാണ്. 1931 ഫെഡറൽ ബാങ്ക് ഫൗണ്ട് ചെയ്യുന്നത്. ദ ബാങ്ക് ഈസ് നോൺ ഫോർ ഇറ്റ്സ് ഫസ്റ്റ് digital first approach, being the first in India to digitalize all its branches and now leveraging cloud and AI technologies. Okay, അപ്പോൾ ആദ്യത്തെ ഡിജിറ്റലൈസ്ഡ് ബാങ്ക്, ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റലൈസ്ഡ് ബാങ്ക് എന്നറിയപ്പെടുന്നത് ഫെഡറൽ ബാങ്ക് ആണ്. ആലുവയാണ് ഹെഡ്ക്വാർട്ടേഴ്സ്. 1931 ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഡിജിറ്റലൈസ്ഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ അതായത് എല്ലാ ബ്രാഞ്ചുകളും ഡിജിറ്റലൈസ് ചെയ്തിട്ടുണ്ടായിരുന്ന ആദ്യത്തെ ഇന്ത്യൻ ബാങ്ക് എന്ന് പറയുന്നത് ഫെഡറൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. 1931 ഏപ്രിൽ 28 ആണ് ഫൗണ്ട് ചെയ്യുന്നത്. ട്രാവൻകൂർ ഫെഡറൽ ബാങ്ക് എന്ന പേരിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇലക്ട്രോണിക് മൊബൈൽ പാസ്ബുക്ക്, അതായത് ഫെഡ് ബുക്ക് എന്നാണ് അത് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്, വാസ് ലോഞ്ച്ഡ് ബൈ ദ പ്രൈവറ്റ് ലെൻഡർ ഫെഡറൽ ബാങ്ക് ഇൻ ഓഗസ്റ്റ് 2013. അതായത് ഇലക്ട്രോണിക് മൊബൈൽ പാസ്ബുക്ക് ആദ്യമായിട്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫെഡറൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. 2013 ഓഗസ്റ്റിലാണ് ഡേറ്റ് വരുന്നത്. നെക്സ്റ്റ് PNB, പഞ്ചാബ് നാഷണൽ ബാങ്ക്. ഫൗണ്ടഡ് ആസ് എ പബ്ലിക് സെക്ടർ ബാങ്ക് ഇൻ ലാഹോർ ഓൺ May 19, 1894 and began operations on April 12, 1895. ഓക്കെ, അപ്പൊ 1894 ലോഞ്ച് ചെയ്തിട്ടുള്ള 1894 മെയ് 19 ലാഹോറിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള ബാങ്ക് ആയിരുന്നു PNB ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്. എന്നാൽ അതിന്റെ ഓപ്പറേഷൻസ് ഒക്കെ ആരംഭിച്ചത്, അതായത് അത് നിലവിൽ വന്ന പ്രാബല്യത്തിൽ വന്നതൊക്കെ പറയില്ലേ നമ്മൾ, അതാണ് 1895 ഏപ്രിൽ 12. ഓക്കെ,
എസ്റ്റാബ്ലിഷ് ചെയ്തത് ലാഹോറിലാണ്. അത് പാകിസ്ഥാനിലെ ലാഹോറിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. Okay, Lala Lajpat Rai was a key figure in establishment and was the first person to open an account with the bank. അപ്പോൾ പഞ്ചാബ് നാഷണൽ ബാങ്ക് ആയിട്ട് ക്ലോസ്ലി അസോസിയേറ്റഡ് ആയിട്ടുള്ളത് ആരാണ്? ലാല ലജ്പത് റായ് ആണ്. അദ്ദേഹമാണ് ഫസ്റ്റ് പേഴ്സൺ ഈ ഒരു ബാങ്കിലെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള ആദ്യത്തെ വ്യക്തി. സെക്കൻഡ് ലാർജസ്റ്റ് നാഷണലൈസ്ഡ് ബാങ്ക് ഇൻ ഇന്ത്യ വിത്ത് ഹെഡ് ക്വാർട്ടേഴ്സ് ഇൻ ന്യൂഡൽഹി. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് നെടുങ്ങാടി ബാങ്ക്. നെടുങ്ങാടി ബാങ്കിന്റെ പ്രത്യേകത എന്താണ്? സൗത്ത് ഇന്ത്യയിലെ ഫസ്റ്റ് പ്രൈവറ്റ് സെക്ടർ കൊമേഴ്ഷ്യൽ ബാങ്ക് ആണ് നെടുങ്ങാടി ബാങ്ക്. 1899 കോഴിക്കോടാണ് ഇത് ഫൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പു നെടുങ്ങാടിയാണ് ഫൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ പ്രൈവറ്റ് സെക്ടർ കൊമേഴ്ഷ്യൽ ബാങ്ക് ഏതാണ്? നെടുങ്ങാടി ബാങ്ക് ആണ്. ഫൗണ്ടഡ് ബൈ അപ്പു നെടുങ്ങാടി ഇൻ 1899 at കോഴിക്കോട്. The bank faced several severe challenges in the late 20th century due to factors like poor management and non-performing assets, which led to Reserve Bank of India to order its merger with the Punjab National Bank in 2003. അതായത് കുറേയധികം സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ നേരിട്ടത് കൊണ്ട് തന്നെ അതായത് അസറ്റുകൾ ഇല്ലാത്തൊരവസ്ഥ. അപ്പൊ അതിന്റെയൊക്കെ ബേസിൽ RBI ആവശ്യപ്പെടുകയാണ്, ഇനി ഒറ്റയ്ക്ക് നിൽക്കണ്ട, പഞ്ചാബ് നാഷണൽ ബാങ്കിൽ പോയി ലയിച്ചോളൂ. അങ്ങനെ 2003 പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ഈ നെടുങ്ങാടി ബാങ്ക് മെർജ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തതാണ് RRBs, റീജിയണൽ റൂറൽ ബാങ്ക്സ്. RRBs are financial institutions established to provide banking services to rural areas in India, focusing on small and marginal farmers, agricultural laborers and small entrepreneurs. അതായത് സാധാരണക്കാരായിട്ടുള്ള കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും അതുപോലെ തന്നെ ചെറിയ ചെറിയ എന്റർപ്രണേഴ്സിനും സഹായകമായിട്ടുള്ള ബാങ്കുകൾ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് RRBs എന്ന പേരിൽ അറിയപ്പെടുന്നത്. 1975 എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. റീജിയണൽ റൂറൽ ബാങ്ക് ആക്ടിന്റെ കീഴിലാണ് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളത്. ഫസ്റ്റ് റീജിയണൽ റൂറൽ ബാങ്ക്, ഫസ്റ്റ് RRB എന്ന് പറയുന്നത് പ്രഥം ബാങ്ക് ആണ്. പ്രഥമ ബാങ്ക് 1975 ഒക്ടോബർ 2 മൊറാദാബാദിൽ, ഉത്തർപ്രദേശിലെ മൊറാദാബാദിലാണ് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളത്. Then the establishment of RRBs was based on the recommendations of the Narasimha Committee on Rural Credit 1975. Okay. കേരളത്തിലെ ലാർജസ്റ്റ് റീജിയണൽ റൂറൽ ബാങ്ക് എന്ന് പറയുന്നത് കേരള ഗ്രാമീൺ ബാങ്ക് ആണ്, KGB. മലപ്പുറത്താണ് ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. ഇറ്റ് വാസ് ഫോംഡ് ബൈ 2013 ഫോം ചെയ്യുന്നത്. അമൽഗമേഷൻ ഓഫ് നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്ക് ആൻഡ് സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്ക് ആൻഡ് ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ഗ്രാമീൺ ബാങ്ക് ഇൻ ഇന്ത്യ. ഓക്കെ, NABARD was established on 12th July 1982. Okay, നബാർഡിന്റെ ഫുൾ ഫോം ആദ്യം പറയാം. ഓക്കെ, നബാർഡിന്റെ ഫുൾ ഫോം നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. അതാണ് നബാർഡിന്റെ ഫുൾ ഫോം വരുന്നത്. ഈ നബാർഡിന്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യസ് അപ്പെക്സ് ഡെവലപ്മെന്റൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഡെവലപ്മെന്റൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് നബാർഡ്. ഓക്കെ, ഒരു ഡെവലപ്മെന്റൽ ബാങ്ക് ആണ്. ഇന്ത്യയിലെ ഡെവലപ്മെന്റൽ ബാങ്ക് ആണ്. എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1982 ജൂലൈ 12 കേട്ടോ. B. ശിവരാമൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസിന്റെ ബേസിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. NABARD promotes sustainable rural development through financing or non-financing interventions. സിഡ്ബിയുടെ ഫുൾ ഫോം ആദ്യം പറയാം. സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതാണ് സിഡ്ബി, സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സിഡ്ബി ഈസ് ദ പ്രിൻസിപ്പൽ development financial institution for promotion, financing and development of micro, small and medium enterprises sector in India. Okay, അപ്പൊ ഇന്ത്യയിലെ ഒരു പ്രിൻസിപ്പൽ ഡെവലപ്മെന്റൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അതിന്റെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? പ്രൊമോഷൻ, ഫിനാൻസിങ്, ഡെവലപ്മെന്റ്, ഏതിന്റെയൊക്കെ? മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസിന്റെ ഒക്കെ ഇത്തരം ഡെവലപ്മെന്റുകൾക്ക് അല്ലെങ്കിൽ ആ ഒരു ഡെവലപ്മെന്റുകൾക്ക് ഒന്ന് പ്രൊമോഷൻ കൊടുക്കുക, അതൊക്കെയാണ് പ്രധാനപ്പെട്ട ഒരു ഡ്യൂട്ടി ആയിട്ട് വരുന്നത്. April 2, 1919 സിഡ്ബി ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് അണ്ടർ ആൻ ആക്ട് ഓഫ് പാർലമെന്റ്. ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് സിഡ്ബി എവിടെയാണ്? ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ് കേട്ടോ. ഇറ്റ് എയിംസ് ടു ഫെസിലിറ്റേറ്റ് ആൻഡ് സ്ട്രെങ്തൻ ക്രെഡിറ്റ് ഫ്ലോ
ഓഫ് MSME. MSME എന്താണെന്നുള്ളത് മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഫുൾ ഫോം ഒക്കെ ഷോർട്ട് ഫോം ഫുൾ ഫോം ഒക്കെ പഠിച്ചു വെക്കുക കേട്ടോ. ആൻഡ് അഡ്രസ് ബോത്ത് ഫിനാൻഷ്യൽ ആൻഡ് ഡെവലപ്മെന്റൽ ഗ്യാപ്സ് ഇൻ ദ MSME ഇക്കോസിസ്റ്റം അക്രോസ് ദ കൺട്രി. അത്രയും വലിയ വലിയ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് ആവശ്യമില്ല. സിഡ്ബി എന്താണെന്നും അതിന്റെ ഫൗണ്ടേഷൻ ഇയറും ഒന്ന് ഓർമ്മയിൽ വെച്ചോളൂ. അതിന്റെ ഒരു എക്സ്പാൻഷനും ഓർമ്മയിൽ വെച്ചോളൂ കേട്ടോ, ഫുൾ ഫോമും. നെക്സ്റ്റ് വൺ, ഭാരതീയ മഹിളാ ബാങ്ക് BMB. Bharatiya Mahila Bank was an Indian investment bank located in Mumbai. On 19 November 2013, formed Indian Prime Minister Manmohan Singh launched the system on the 96th anniversary of former Indian PM Indira Gandhi's birthday. അപ്പൊ ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനത്തിൽ അവരുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് മഹിളാ ബാങ്ക് മൻമോഹൻ സിംഗ് 2013 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇറ്റ്സ് ഒബ്ജക്റ്റീവ് ഈസ് ടു ഫോക്കസ് ഓൺ ദ ബാങ്കിങ് നീഡ്സ് ഓഫ് ദ വുമൻ ആൻഡ് പ്രൊമോട്ട് എക്കണോമിക് എംപവർമെന്റ്. അതായത് സ്ത്രീകളുടെ സാമ്പത്തിക ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഒക്കെ പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ബാങ്കിങ് നീഡ്സിന് വേണ്ടിയിട്ടൊക്കെ അതിനൊക്കെ ഫോക്കസ് ചെയ്യുന്ന ഒരു ബാങ്കാണ് ഭാരതീയ മഹിളാ ബാങ്ക്. ഹെഡ് ക്വാർട്ടർ ഓഫ് ഭാരതീയ മഹിളാ ബാങ്ക് എവിടെയാണ്? ഇപ്പോ ന്യൂഡൽഹിയിലാണ്. ഓക്കെ, മുംബൈയിലാണ് BMB ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ഇന്ത്യയിലെ ബാങ്കിങ് സെക്ഷനെ കുറിച്ചിട്ടുള്ള ഓൾമോസ്റ്റ് കേഡറ്റ് 2 ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. ഇത്രയും ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ എന്തായാലും ഓർമ്മയിൽ വെക്കണം. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. നമുക്ക് ഇതിൽ നിന്ന് ചോദ്യം വരാറുണ്ട് കേട്ടോ. 1-2 ചോദ്യങ്ങൾ വരാറുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു ചോദ്യങ്ങളും വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ മാർക്കും നമുക്ക് വിലപ്പെട്ടതാണ്. കുറെ പേരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് 1 മാർക്കിന് കേട്ടിട്ട് പോയി, അല്ലെങ്കിൽ 2 മാർക്കിന് കേട്ടിട്ട് പോയി, അങ്ങനെയൊക്കെ. അപ്പൊ അങ്ങനെയൊന്നും പറയാനുള്ള അവസരം ഉണ്ടാക്കണ്ട. നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള കൃത്യമായിട്ടുള്ള എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്ത് തന്നെ എക്സാമിന് പോകാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്തിട്ട് നല്ല രീതിയിൽ എക്സാം എഴുതാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു.